അഖിൽമാരാർ ഇവനാരും ഈ കാര്യങ്ങൾ പറയാൻ എന്ത് മണ്ടത്തെ വേണ്ടി പറയുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ അഖിൽമാരാരെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അഖിൽമാരാർ ഇവനാരെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ എന്ത് മണ്ടത്ര വേവനി പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ അഖിൽമാരാരെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 കഴിഞ്ഞ ആ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അഖിൽമാരാരെ എല്ലാവരും എൻ്റർടൈൻ ചെയ്തത് തന്നെ വേറൊരു ലെവലിലാണ്. പുള്ളി പോലും വിചാരിക്കാത്ത രീതിയിലാണ് എല്ലാവരും എൻ്റർടൈൻ ചെയ്തത്. പുള്ളി തന്നെ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതെന്നെ താഴെയിട്ട് നിലത്തിട്ടടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ പൊക്കിയെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് ശരിയല്ലേ? കാരണം ഒരാളെ അയാൾ വിചാരിക്കാത്ത രീതിയിൽ എൻ്റർടൈൻ ചെയ്യുകയും ഒരാളെ വിമർശിക്കുന്നത്, അയാളെ നശിച്ചു പോകട്ടെ എന്നുള്ള രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അത് വിമർശിക്കുന്ന ആ രീതിയിൽ വിമർശിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അഖിൽമാരാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അയാളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നെഗറ്റീവ് പറയുമ്പോൾ പോസിറ്റീവും പറയണമല്ലോ. രാഷ്ട്രീയപരമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറേയൊക്കെ അറിവുള്ള ആളാണ് അഖിൽമാരാർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തൃക്കാക്കര മണ്ഡലത്തിൽ ആയിരുന്നു എൻ്റെ വോട്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഖിൽമാരാർക്ക് വോട്ട് ചെയ്തുള്ളൂ എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം എന്തെങ്കിലും എൻ ഡി എയിൽ ഇപ്പം നിൽക്കുന്നവരിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നവരായ ഒരാൾ അഖിൽമാരാണ്. ഉള്ളതുപോലെ പറയണം. ഇനി പുള്ളിയുടെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, അറിവുള്ളതുപോലെ തന്നെ പുള്ളിക്ക് അതിൻ്റെ അഹങ്കാരം എന്ന് ഷരഗൻസ് അത് പുള്ളിയെ വിട്ട് മാറുന്നില്ല. കാരണം അതായത് പുള്ളി സ്ത്രീകളുടെ ഗർഭാവസ്ഥയെക്കുറിച്ച് ഒരു ഡയലോഗ് വിട്ടതാണ് ഇപ്പം ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പുള്ളി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പുള്ളി അവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ശരിക്കും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വൈറലായത് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ആവശ്യമില്ലാത്ത കുറേ തള്ളിമറിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമില്ല. പുള്ളി പറഞ്ഞ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസി മേഖലകളിൽ നടക്കുന്ന കുറേ ബിസിനസ് പരമായിട്ടുള്ള തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിയൊരു സംഭവമാണ്. അതൊരു റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിയാണ്, ആ ഒരു വെബ് സീരീസ് നിവിൻ വെബ് സീരീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുള്ളി അവിടെ ആ ഇൻ്റർവ്യൂവിൽ പറയാൻ പോയത്. പക്ഷേ വൈറലായത് എന്താണ്? സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ അവർ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ കാലും കയറ്റി വെച്ച് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ തള്ളിമറിക്കുമ്പോൾ അത് എല്ലാവരും അങ്ങ് കേട്ടുകൊണ്ടിരിക്കത്തില്ല. സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് പ്രസവിക്കുന്നതും ആ ഗർഭാവസ്ഥയിൽ അവരനുഭവിക്കുന്ന ശരീരത്തിൻ്റെ, അതായത് അവരുടെ സാക്രിഫൈസിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ്. ഒരു പ്രസവം കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ പല സ്ഥിതിഗതികളും മാറും, പല അവസ്ഥകളും മാറും, പല ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കേണ്ടി വരും. സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തൻ്റെ ജീവനെക്കാട്ടി ഉപരി തനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജീവനെക്കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവും, അനുഭവിക്കേണ്ടി വരുന്ന വേദനയുടെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിടരുത്. പുള്ളി ഉദ്ദേശിച്ചത് അതായിരിക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മൾ സംസാരിക്കാൻ. അതായത് സ്ത്രീകൾ ഒരിക്കലും എൻജോയ് ചെയ്തിട്ടല്ല ഗർഭധാരണം നടത്തുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതൊക്കെ എൻജോയ് ചെയ്തല്ല അവർ ചെയ്യുന്നത്. അവരാഗ്രഹിച്ച് ചെയ്യുന്നതാണ്, പക്ഷേ അത് അവർ എൻജോയ് ചെയ്യുന്നില്ല. കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ച് സാക്രിഫൈസുകളൊക്കെ നടത്തിയിട്ടാണ് അവരത് ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണ്. പക്ഷേ അവരിത് പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത്, സ്വന്തം ജീവൻ പോലും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവരത് ചെയ്യുന്നത്, ആ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ലഘൂകരിച്ച് കാണരുത്. കാരണം നമ്മളത് അനുഭവിക്കുന്നില്ല. എല്ലാ മാസവും അനുഭവിക്കുന്ന പീരീഡ്സ് വേദന പോലും വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്നുള്ള കാര്യം, ആ വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ അനുഭവിക്കേണ്ടി വരുന്ന വേദന, അത് നമുക്ക് പുരുഷന്മാർക്ക് വിചാരിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തെ വേദനയാണ്. ഞാൻ ഒരു നല്ല രീതിയിലുള്ളൊരു വിമർശനം പറയുകയാണ്. നിങ്ങളുടെ തട്ട് താന്നു തന്നെ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ വില്ലനായിട്ടുള്ള നിങ്ങളുടെ സംസാരം, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായം തന്നെയാണെന്ന് തോന്നുന്നു, 10-38 വയസ്സുണ്ട് എനിക്ക്. ആ ഒരു പ്രായം തന്നെയാണെന്ന് തോന്നുന്നു നിങ്ങൾക്കും ഉള്ളത്. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് മെച്യൂറായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് അറിവുകൾ കുറേയുണ്ട്, അത് മെച്യൂരിറ്റി ഉപയോഗിച്ച് പുറത്തേക്ക് വിടുക. ചുമ്മാ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഏറി നിൽക്കേണ്ടി വരും. നിങ്ങളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് നടന്ന ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഒരു മാനസിക വിഷമം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു നല്ല വിമർശനമായിട്ട് എടുക്കുക. നല്ല നല്ല റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കുക. അതിനിടയിൽ കൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരികെ കയറ്റി കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ, അത് വളരെ മോശമായിട്ടുള്ള, നിങ്ങളെപ്പോലെയുള്ള ആളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്യരുത്. പിന്നെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന പാർട്ടി, നിങ്ങൾ ചേർന്നിരിക്കുന്ന പാർട്ടി വളരെയധികം ആൾക്കാർ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് പാർട്ടിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിൽക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഡീപ്രൊമോട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടെന്നുള്ള വിചാരം മനസ്സിൽ വെച്ചിട്ട് ഓരോ വാക്കുകളും പുറത്തേക്ക് വിടുക. സ്ത്രീകൾ ഒരിക്കലും എൻജോയ് ചെയ്യാറില്ല ഗർഭധാരണത്തിൽ. ആ വസ്തുത മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്.